ഞങ്ങളിവിടെ ഇന്നലെ വന്നപ്പോൾ തൊട്ട് കളിയാ, കളിയോട് കളി. നമ്മളെ കോഴിക്കോട് നിന്നും വീണ്ടും വയനാട്ടിലോട്ട് ഒരു യാത്ര പോവുകയാണ്. ഇപ്രാവശ്യം വയനാട്ടിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളതേ ബത്തേരി ബസ് സ്റ്റോപ്പിലാണ്, ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ നമ്മൾ ഒരു വയനാട്ടിലൊരു അടിപൊളി സ്ഥലത്തേക്ക് പോവാണ്. അവിടേക്ക് ഇവിടെ നിന്നാണ് ബസ്. ഡീറ്റെയിൽസ് ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. ഈ സ്ഥലത്തിൻ്റെ പേര് നായരുപടി എന്നാണ്. ബത്തേരിയിൽ നിന്നും ഒരു 7 കിലോമീറ്റർ അകലെ, ബത്തേരി മൈസൂർ റൂട്ടിൽ 7 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോഴെത്തിയിരിക്കുന്നത്. ഇവിടേക്ക് ബത്തേരിയിൽ നിന്നും ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ദൂരമുള്ളൂ. 15 രൂപ പോയിൻ്റാണ്. നായരുപടി എന്ന സ്ഥലത്താണ് നമ്മൾ ബസ് ഇറങ്ങേണ്ടത്, ബസ്സിന് വരികയാണെങ്കിൽ. അതായത് മുത്തങ്ങ ബസ്, കല്ലൂർ ബസ്സിനൊക്കെ കയറിയിട്ട് നായരുപടി എന്ന സ്ഥലത്ത് ബസ് ഇറങ്ങണം. ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ ഫാമിലി മാത്രമല്ല, സിഗ്മേഷിൻ്റെ ഫാമിലിയും അവരുടെ അളിയനും അമ്മയും ഒക്കെ അടങ്ങിയ ഒരു വലിയ കൂട്ടമാണ് ഇപ്രാവശ്യം ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു റിസോർട്ടിലോട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നായരുപടി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാലേ ഒരു 300 മീറ്റർ ദൂരത്തിൽ ഒരു കിടിലൻ റിസോർട്ടാണിത്. ലാ റോസ റിസോർട്ട്. ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒരുപാടുണ്ട്. അതാണ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഓ, ഇവിടെ നല്ല ഫാഷൻ ഫോട്ടോ കണ്ടിട്ടാ ഈ വരുന്നിടത്ത്. ലാ റോസ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ലാ റോസ റിസോർട്ട്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഇവിടെ എങ്ങനെ എത്തിച്ചേരാമെന്നും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരുന്നതാണ്. സ്കിപ്പ് ചെയ്യേണ്ട, ഒന്ന് ലൈക്ക് അടിച്ചോളൂ, ഹൈപ്പ് ചെയ്തോളൂ. വെൽക്കം റോയി 3R വീഡിയോസ്. പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ കുറഞ്ഞ ചെലവിൽ വയനാട്ടിലെ ഒരു റിസോർട്ടിൽ, അതും നല്ല അടിപൊളി വൈബുള്ള റിസോർട്ടിൽ. അതാണ് നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. വരാൻ നിൽക്കുകയല്ല, നമുക്ക് 3 ഉണ്ട് ഇങ്ങനത്തെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിൽ സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള നായ്ക്കട്ടി എന്ന സ്ഥലത്തെ ലാ റോസ എന്നൊരു റിസോർട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ലാ റോസ റിസോർട്ടിലെയാണ്. എല്ലാ വിവരങ്ങളും നമ്മൾ ഈ വീഡിയോയുടെ പങ്കുവെക്കുന്നതായിരിക്കും. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. ഇതൊക്കെ നമ്മുടെ കോട്ടേജ് തന്നെ. 3 കോട്ടേജ് ഉണ്ട് നമുക്ക്. ഒന്നതാണ്, ഒന്നിത്. കളിക്കാനൊക്കെ സമയമുണ്ട്. വന്നോടെ കളിക്കാൻ കയറിയേക്കാ. ഇഷ്ടത്തിന് സമയമാണ്. ബാഡ്മിൻ്റൺ കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ബാഡ്മിൻ്റൺ, ഷട്ടിൽ കളിക്കാം. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള. ഇതൊരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല സൈലൻ്റ് ആയിട്ടുള്ള കിടിലൻ ആംബിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുക കേട്ടോ. കാപ്പിത്തോട്ടവും ഓടയും മുളകും എല്ലാം അടങ്ങിയ ഒരു കിടിലൻ എസ്റ്റേറ്റാണ്. അതിന് നടുവിലാണ് ഈ റിസോർട്ടുള്ളത്. നല്ല കിടിലൻ ആംബിയൻസ് ആയിരിക്കും ഇവിടെ നമുക്ക് ലഭിക്കുക. നമ്മളിപ്പോഴേ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടേക്കൊന്ന് പോയി നോക്കാം. ഞങ്ങൾ റൂമിലോട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ. സ്വിമ്മിംഗ് പൂൾ
നമ്മൾ റിസോർട്ടൊക്കെ മെയിനായിട്ട് എടുക്കുന്നത് ഈ സംഭവത്തിന് വേണ്ടിയാണ്, സ്വിമ്മിംഗ് പൂളിൽ നീന്തി കളിക്കുക. അതാണ് നമ്മുടെ പ്രധാന ഐറ്റം. ശരിക്കും നമ്മൾ ഇവിടെ വന്നതും അതിന് തന്നെയാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും വെവ്വേറെ വെവ്വേറെ സ്ഥലമുണ്ട്. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു പ്രത്യേകതയാണത്. കോട്ടേജ് ഉണ്ടില്ലേ? കോട്ടേജ് ഉണ്ടോ? മുകളിലൊന്ന്, ബാക്കി രണ്ടെണ്ണം ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴേ നമുക്കറിയാതെ കളിക്കാൻ തോന്നും. അതെന്താന്നല്ലേ, ദയൻ്റെ ബേക്കിലുണ്ട് നല്ല കിടിലൻ ഒരു സ്വിമ്മിംഗ് പൂൾ. ഈ ആംബിയൻസ് നമുക്ക് പെട്ടെന്ന് വെള്ളത്തിൽ ചാടി കളിക്കാനൊക്കെ തോന്നുന്ന ഒരു സ്ഥലമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. കളിക്കാനുള്ള സ്ഥലം അതാ. വൈകുന്നേരം വേണ്ട ക്യാരം ബോർഡ് കളിക്കാം. ഇതേപോലത്തെ 3 കോട്ടേജുകൾ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ സൗകര്യം. അപ്പോൾ ഓരോരുത്തർ കോട്ടേജിലും കൊണ്ട് പിടിച്ചോ. ഒരു കോട്ടേജ് താഴെയാ. ഇവിടെ 2 കോട്ടേജുകൾ അടുത്തടുത്താണ്, ഒരു കോട്ടേജ് വേറെ മുകളിലും. ഇതാണ് കോട്ടേജിനുള്ളിലുള്ള സൗകര്യങ്ങൾ. ബാത്റൂമും കട്ടിലും ടിവിയും എല്ലാ സൗകര്യവും ഉണ്ട്. നല്ല വൃത്തിയുള്ള കോട്ടേജുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ കോട്ടേജിനോട് ചേർന്ന് തന്നെ അടുത്ത കോട്ടേജും ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കിരുന്ന് ചായ കുടിക്കാനോ സ്വര പറയാനൊക്കെ പറ്റിയ മറ്റൊരു കൂടാരം. ഇവിടെ നമുക്ക് ചെസ്സ് കളിക്കാനോ അങ്ങനെ നമുക്ക് സ്വര പറഞ്ഞിരിക്കാം, അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇതിവിടെ കിച്ചണുണ്ട്, ക്യാരം ബോർഡ് ഉണ്ട്, അതേപോലെ ചെസ്സ്, അതൊക്കെ ഇവിടെ സൗകര്യമുണ്ട്. ഞങ്ങൾ ഈ കോട്ടേജിലാണ്. ഇതൊരു AC കോട്ടേജാണ്, മറ്റേ 2 നോൺ AC ആണ്. അപ്പോൾ ഞാനും വൈഫും മോളും ഇവിടെയാണ്. വൈഫ് എത്തിയിട്ടില്ല, വൈകുന്നേരമേ എത്തുള്ളൂ. ഇവിടുത്തെ പ്രവേശനം എന്ന് പറയുന്നത് ചെക്ക് ഇൻ 2 മണിക്കും ചെക്ക് ഔട്ട് 11 മണിക്കുമാണ്. എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെയാണ് ഇവിടെയും. 2 മണി തൊട്ടിട്ട് പിറ്റേ ദിവസം 11 മണി വരെ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന കോട്ടേജ്. ഇനി നമുക്കിതിൻ്റെ പരിസരമൊക്കെ ഒന്ന് നടന്ന് കാണാനുണ്ട്. അതിന് കൂട്ടത്തിൽ തന്നെ ഇവിടുത്തെ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ റൂം ബുക്ക് ചെയ്യാമെന്നും അതിൻ്റെ റേറ്റുകളും ഞങ്ങൾക്ക് എത്ര രൂപയായെന്നും ഒക്കെ പറഞ്ഞുതരാം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. ഞങ്ങൾ പൈസ കൊടുത്തിട്ട് ഇവിടെ താമസിക്കാൻ വന്നതാണ്. താമസിക്കുന്ന കണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ ആംബിയൻസ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് റിസോർട്ടിൽ ഇങ്ങനെ റൂമെടുത്ത് താമസിക്കുന്ന ഫാമിലി ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളും എല്ലാവർക്കും വേണമെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റിയൊരു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാം. പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കളി കണ്ടിട്ടാ, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഇതൊരു എസ്റ്റേറ്റാണ്. കാപ്പിയും അതേപോലെ തന്നെ കുരുമുളകും ഒക്കെ ഉള്ള ഒരു വലിയ എസ്റ്റേറ്റാണ്. അതുപോലെ തന്നെ ചെടികളും ഒക്കെ ഉണ്ട്. അതിന് നടുവിലാണ് 3 കോട്ടേജുകൾ അടങ്ങിയ ഈ റിസോർട്ട്. നല്ല കിടിലൻ ആംബിയൻസാണ്. കുറച്ചു നേരം ഈ ഊഞ്ഞാലിലൊക്കെ വന്ന് കിടക്കാം. അതുപോലെ തന്നെ ബാറ്റ് കളിക്കാം. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യവും ബാച്ചിലേഴ്സിനോ സിംഗിളായിട്ടോ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ റിസോർട്ടിലോട്ട് വരാം. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ. പിള്ളേരൊക്കെ വന്ന ഉടനെ തന്നെ ഊഞ്ഞാലിലൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് കയറി നോക്കട്ടെ. ഞങ്ങളുടെ അതായത് മുതിർന്നവരുടെ കളി രാത്രിയാണ്. ഒന്ന് ഇരുട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുകളിൽ നമുക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. ഇതൊരു ഏറുമാടം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചായ കുടിക്കാനും സ്വറ പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ മറ്റൊരിടമാണ്. കുട്ടികൾക്ക് വേണമെങ്കിൽ ഇതിലൂടെ നിരന്ന് നീങ്ങി കളിക്കുകയും ചെയ്യാം. ഇവിടെ 2 ബെഞ്ചും കാര്യങ്ങളൊക്കെ സ്റ്റൂളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കാനോ വർത്തമാനം പറഞ്ഞിരിക്കാനോ ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഒരു ഏറുമാടം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. നല്ല രസമുണ്ട്. ഇതിന് മുകളിൽ ഇങ്ങനെ ഇരിക്കാം, നമുക്ക് വർത്തമാനം പറയാം. ഉണ്ടോ, ചായ കുടിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിവിടെ റൂം ബുക്ക് ചെയ്യുന്നതിന് 3000 ഉറുപ്പ്യാണ് ഒരു കോട്ടേജിന് വരുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് അടക്കം. അപ്പോൾ 3 കോട്ടേജ് എടുക്കാം. നമുക്ക് 9000 ഉറുപ്പ്യക്ക് 3 കോട്ടേജ് കിട്ടും. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യുമായിരിക്കും. ഓരോ സമയത്തും ചിലപ്പോൾ റേറ്റുകൾ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് 9000 രൂപയ്ക്കാണ് ഈ 3 കോട്ടേജുകൾ കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ കുറേ പേരുണ്ട് കേട്ടോ. ഞങ്ങൾ 8 മുതിർന്നവരുണ്ട്. അതാണ് ഞങ്ങൾക്ക് അങ്ങനെ വന്നത്. ചെറിയ വ്യത്യാസമൊക്കെ വരാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എന്നാലും ഓരോ സീസണൊക്കെ അനുസരിച്ച് ചിലപ്പോൾ വിലകളൊക്കെ മാറാം. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഒരു വലിയൊരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. ബത്തേരിയിൽ നിന്നും 15 രൂപയാണ് ബസ് പോയിൻറ്റ്. 15 രൂപയ്ക്ക് നായർപടിയിൽ നിന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങാം.
കല്ലൂർ ബസ് മുത്തങ്ങ ബസ്സിനൊക്കെ കയറി കഴിഞ്ഞാൽ നായിക്കട്ടിക്കൊക്കെ അടുത്താണ് ഈ നായരപടി എന്ന് പറഞ്ഞ സ്ഥലം. അവിടുന്ന് ഒരു 200-250 മീറ്റർ നടക്കാനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ട് വരാം, എല്ലാ സൗകര്യമുണ്ട്. ഇതെന്തോ ഒരു കായ മരം അല്ലേ, എന്തോ ഒരു കായ്. ഇതൊന്നും വായിച്ചല്ലേ? ഇവിടെ 2 സ്റ്റൂളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അടുത്ത കോട്ടേജ് കാണാം. ആ കോട്ടേജ്, അത് 2 കോട്ടേജ് ഒന്നിച്ചു. ഇത് ഓടകളൊക്കെ നട്ടുപിടിച്ചാണ്. ഓടാന്ന് പറയും, ഇല്ലി ഓടയാണ്. ഓടയും ഇല്ലിയും ഒക്കെ നട്ടുപിടിച്ചിട്ടുണ്ട്, കണ്ടല്ലേ? നല്ലൊരു ആംശം കിട്ടുന്നുണ്ട്. ഒരു അടിപൊളി ലൈറ്റ് ഈ മരത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിലേ നമ്മുടെ മക്കൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അവർക്ക് ഇവിടെ എത്ര നേരം കളിച്ചാലും സമയം പോയില്ല. അതേപോലത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ സിഗ്മേഷൻ്റെ കൊച്ചുണ്ട്, എൻ്റെ മോളുണ്ട്. എൻ്റെ മോൾ വലുതാണെങ്കിലും അവൾക്ക് ഊഞ്ഞാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ സിഗ്മേഷൻ്റെ അളിയൻ്റെ മക്കളുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ വന്നപ്പോൾ അവർക്കിവിടെ വന്നപ്പോൾ തൊട്ട് കളികളാണ്. മോളുണ്ടില്ലേ, വന്നപ്പോൾ തൊട്ട് ഊഞ്ഞാലിൽ കയറിയിരുന്ന ആളിലാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊഞ്ഞാലാട്ടം. ഇതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൂളിനെടുത്ത് നീ അതിന് നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റമൊക്കെ ഉണ്ട്. പാട്ടൊക്കെ ഇവിടെ തന്നെ കേൾക്കാം. രാത്രി 10 മണി വരെയാണ് അനുവദിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ അനുവദിക്കില്ല. തോർത്തെടുത്തില്ലെന്നുള്ളൂ, ഞാൻ തോർത്തെടുത്തില്ലെന്നുള്ളൂ. അങ്ങനെയൊക്കെ റെഡി ആയില്ലേ നീന്താന്? ആ, ഞാൻ അതിലൊന്ന് ഇറങ്ങിയിട്ട് വരാം കേട്ടപ്പോൾ. ഓ, ഇഷ്ടം ഊഞ്ഞാലുണ്ട് കേട്ടാ. ഓ, ഇതാ അവിടെയൊക്കെ ഉണ്ട്. എനിക്കെന്താ ആടാൻ പറ്റില്ല? ആ, അതാടിക്കോ. ആ, കാണിക്കോ. അത് നല്ല പരിപാടിയാണ്. കുപ്പികളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ചെയ്യാം. ഇയാളെ പരിചയം ഉണ്ടാവില്ലേ? ശ്രീരഞ്ജിനി, സിഗ്മേഷൻ്റെ വൈഫാണ്. നമ്മുടെ ഗോവ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നതാണ്. വന്നപ്പോൾ തന്നെ ഊഞ്ഞാലിലൊന്ന് കയറി ആടാന്ന് വിചാരിച്ചു. Let's pour it out. I know what you're thinking, but tomorrow won't come for us. This life that we're living ain't never gonna give it up. Double shot for the gifted, and one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. The time of your life. ഇതൊരു ചെറിയ കിച്ചണാണ്. ഗ്യാസ് ഉണ്ട്, സ്റ്റവ് ഉണ്ട്, ഗ്ലാസ്, പാത്രങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണേൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. മ്യൂസിക് സിസ്റ്റം ഉണ്ട്, വായിക്കാൻ കുറച്ച് പുസ്തകങ്ങളുണ്ട്, ക്യാരം ബോർഡ് ഉണ്ട്, ചെസ് ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ കാർഡ്സ് ഉണ്ട്. കളിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുമുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതൊക്കെ അവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും പോരെങ്കിൽ ഇതാ ബാറ്റ് കളിക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്ത് വരുത്താം. അതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഇനി കുറച്ച് നേരം വെള്ളത്തിൽ പോയിട്ട് നീന്തി കുളിക്കാം. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കിട്ടുക. പിന്നെ ഫുഡ് കിട്ടും. രാത്രി ഡിന്നറിനൊക്കെ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. അവരിവിടെ ഡെലിവറി ചെയ്യുന്ന സ്ഥലങ്ങൾ തൊട്ട് അടുത്ത് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുതരും. അപ്പം ഇനി നമ്മൾ വെള്ളത്തിൽ കളിക്കാൻ പോവുകയാണ്. നീന്തൽ കുളത്തിലാണ് അടുത്ത കാഴ്ചകൾ. ഇത് കണ്ടാൽ നമ്മൾ അറിയാതെ കളിച്ചു പോകും. അത്രയ്ക്ക് വൈബാണ് ഈ നീന്തൽക്കുളം. നീന്തൽക്കുളത്തിലെ വൈബിൽ നമ്മൾ അറിയാതെ കളിച്ചു പോകും കേട്ടോ. ഇവിടെ വന്നാൽ എല്ലാവരും ചാടിയാ സുക്കോടെ. ആ, ഏ
Double shot for the gifted. One more for us, there you go. Drink it up, all this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. The time of your life. This is the time of your life. Remember, you don't get it twice. The time of your life. Don't look at the past, no, we're not going that way. Oh, now make it last, make it last to the break of day. No matter what people say, live life in a fast lane. Double shot for the gifted, triple shot for the pain. There you go, drink it up, all this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. The time of your life. അല്ല മോളെ കുറച്ച് ഇവിടുന്ന് തിരിക്കുന്നാലേ ഇത് കിട്ടുള്ളൂ. Remember, you don't get it twice. The time of കുറച്ചുകൂടി your ഇവിടെ life. തലേന്റെ അടുത്തുനിന്ന്. Remember, you don't get it twice. The time of your life. Living, ain't never gonna give it up. Double shot for the gifted, one more for us. There you go, drink it up, all this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. സ്വിമ്മിംഗ് പൂളിലെ കളികൾക്ക് ശേഷം ഞങ്ങളിവിടെ ചെസ്സ് കളിക്കുകയാണ്, ഞാനും മോളും കൂടെ. അപ്പുറത്ത് ക്യാരം ബോർഡ് കളിയുണ്ട്, കൂടാതെ ലൂഡോ ബോർഡ് കളിക്കുന്നുണ്ട് വൈഫും ഫ്രണ്ട്സും. അങ്ങനെ രാത്രിയിൽ കുറച്ച് നേരം ഇങ്ങനെയും നമുക്ക് സമയം കളയാം. കാർഡ്സ് ഉണ്ട് കളിക്കാൻ പറ്റിയ സാധനം, അതുപോലെ തന്നെ പാട്ട് കേൾക്കാം, പാടേണ്ടവർക്ക് പാടാനുള്ള സൗകര്യമുണ്ട്. അതിനൊക്കെ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒരു ടൈമാണ് ഇത്. ഞങ്ങളിത് ഓർഡർ ചെയ്ത് വരുത്തിയ ഫുഡാണ്. നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയ അതിൻ്റെ മെനു ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അവിടെ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ മതി, നമുക്ക് ആവശ്യമുള്ള ഫുഡ് ഇവിടെ കൊണ്ടുതരും. സമയം പറഞ്ഞാൽ ആ സമയത്തേക്കാണ് എത്തിക്കുക. ബത്തേരിയിൽ നിന്നാണ് ഇങ്ങോട്ട് ഫുഡ് കൊണ്ടുവരുന്നത്. ലാ റോസ റിസോർട്ട് നായ്ക്കട്ടി, വയനാട്ടിലെ ബത്തേരിക്കടുത്തുള്ള ഒരു റിസോർട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒരു കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ കണ്ടിഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. ഗുഡ് മോർണിംഗ്. നമ്മളപ്പോൾ റിസോർട്ടിൽ തന്നെയാണ്. നമ്മളിവിടുന്ന് വെക്കറ്റ് ചെയ്യും. രാവിലെ ഒരു കട്ടൻ ചായ കുടിക്കുകയാണ്. പിന്നെ കൂട്ടിന് മിച്ചറുണ്ട്. മിച്ചർ ഞങ്ങൾ വാങ്ങിയതാണ്. ഇവിടെ ചായ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കട്ടൻ ചായയൊക്കെ വെച്ച് കുടിക്കാം കേട്ടോ. കിച്ചൺ കൂടാതെ നമ്മുടെ റൂമിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഫുൾ കളിയാണ് ഇവിടെ വന്നാൽ കേട്ടോ, കളിയോട് കളി. ഞാനിവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ച് ഒന്ന് പറയാം. ഇവിടുത്തെ സൗകര്യങ്ങൾ, ഇവിടെ 3 കോട്ടേജാണുള്ളത്. അതിലൊരു കോട്ടേജിന് മുന്നിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഉള്ളിൽ TV വെച്ചിട്ടുണ്ട് മുന്നിൽ. അതാ, ഇതൊരു AC കോട്ടേജാണ്. പിന്നെ 2 കോട്ടേജുള്ളത് AC അല്ലാത്ത നോൺ AC ആണ്. പിന്നെ ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, നമുക്ക് ബാറ്റ് കളിക്കാം. ചെസ് ഉണ്ട്, ക്യാരംസ് ഉണ്ട്, കാർഡ്സ് ഉണ്ട്, എല്ലാം കളിക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ്. ഒരു രക്ഷയില്ല, കണ്ടാൽ കളിക്കാൻ തോന്നും. അതേ സ്ഥിതിയാണ്. ഒരുപാട് നേരം നല്ല സ്വിമ്മിംഗ് പൂളിൽ കളിച്ചു. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കളിക്കാൻ ഒരുപാട് സംഭവങ്ങളുള്ള, ഒരുപാട് ഐറ്റമുള്ള ഒരു സ്ഥലമാണ് ഈ ലാ റോസ റിസോർട്ട്. പിന്നെ നമ്മൾ ഈ 3 കോട്ടേജ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ, ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മറ്റു ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല.
കാരണം ഈ 3 കോട്ടേജും നമ്മളായതുകൊണ്ട് വേറെ ആൾക്കാരൊന്നും ഉണ്ടാകാത്ത നമുക്ക് അടിപൊളിയായിട്ട് അർമാദിക്കാം. അപ്പം എടുക്കുന്നതൊക്കെ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ 3 കോട്ടേജ് ഒന്നിച്ചെടുക്കുക. അതിനുള്ള ഓഫറുകളും അവർ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഫാമിലി ആയിട്ട് വന്നാലും സിംഗിളായിട്ട് വന്നാലും അതേപോലെ തന്നെ സുഹൃത്തുക്കളായിട്ടോ ബാച്ചിലേഴ്സായിട്ടോ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഇവിടെ റൂം അവൈലബിൾ ആണ്. നേരത്തെ വിളിച്ച് നോക്കുക. ശനിയും ഞായറും വീക്കെൻഡുകളിൽ നല്ല തിരക്കായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കേ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. റോയി 3R വീഡിയോസ് ഇതാണ് എൻ്റെ ഇൻസ്റ്റ ID. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് കൂടെ തരാം. ഈ റിസോർട്ടിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ ഉള്ളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടുപിടിച്ച് വിളിച്ചാൽ നിങ്ങൾക്ക് റിസോർട്ട് ബുക്ക് ചെയ്യാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം. ഇതൊരു ടാസ്ക്കായിട്ട് കാണുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്പർ കിട്ടുന്നതായിരിക്കും. ഈ റിസോർട്ട് ആളുടെ നമ്പർ കിട്ടുന്നതായിരിക്കും. ഇതുവരെ പങ്കുവച്ചത് ഇവിടുത്തെ ഞങ്ങളുടെ അനുഭവങ്ങളും ഞങ്ങളുടെ കാഴ്ചകളും വിശേഷങ്ങളും കളികളും ഒക്കെയാണ്. ഈ റിസോർട്ട് നിങ്ങൾക്കും ഇതേപോലെ ബുക്ക് ചെയ്യാം. ഇവിടെ വന്ന് കളിക്കാം, അർമാദിക്കാം, ആസ്വദിക്കാം. നല്ലൊരു വൈബുള്ള റിസോർട്ടാണ്. ഇത് ഞാൻ നിങ്ങൾക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്. വയനാട്ടിൽ വരുന്നവർക്കായിട്ട് നായ്ക്കട്ടിയിലാണ് ഈ റിസോർട്ട്. ഹായ്. ഇവിടെ ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഇതിലിങ്ങനെ കിടന്ന് ആടാം. ഇനിയും 1-2 വിശേഷങ്ങൾ കൂടി പറയാം. ഇവിടുന്ന് മുത്തങ്ങ ഫോറസ്റ്റിലോട്ട് മുത്തങ്ങ സഫാരിയൊക്കെ നടത്താൻ നിങ്ങൾക്ക് പോകാം. 8 മണിക്ക് അവിടെ എത്തണം. 8 മണിക്ക് മുന്നായിട്ട് അവിടെ എത്തണം. ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരമുണ്ട്. വാഹനമില്ലാത്തവർക്ക് ആ റോട്ടിൽ നിന്ന് ബസ് കിട്ടും. രാവിലെ തന്നെ ബസ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് മുത്തങ്ങ പോയിട്ട് സഫാരി ആസ്വദിക്കാം. ഒരു 10-15 കിലോമീറ്റർ അകലെ എടക്കൽ ഗുഹയുണ്ട്. അവിടെയും നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം. ലാറോസ റിസോർട്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. മറ്റൊരു കിടിലൻ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്. ഈ കാണുന്ന ഇല്ലിയുടെ ഇലയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. ഇതൊരു 2 കളർ ഉണ്ടാവും, വൈറ്റും ഗ്രീനും. 2 കളർ ചേർന്ന ഒരു ഇല്ലിമരമാണ് ഈ കാണുന്നത്. വയനാട്ടിലെ മറ്റൊരു കിടിലൻ കാഴ്ചയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ.